ഹായ് ഫ്രണ്ട്സ്, കേരള വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ പരീക്ഷയ്ക്കായിട്ടുള്ള നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ എവിടെ വരെയായി? നമുക്കറിയാം ജനുവരി 29-ലാണ് പരീക്ഷ നടക്കുന്നത്. ഇപ്പോൾ കൺഫർമേഷന് ശേഷമുള്ള PSCയുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. കൺഫർമേഷൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര പേര് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ 6135 പേരാണ് ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതൽ പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം കൺഫർമേഷൻ കൊടുത്തവർക്ക് പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അതായത് 6000-ഓളം പേര് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ജനുവരി 29-ാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഖ്യ കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട. കാരണം നമ്മുടെ മറ്റ് പരീക്ഷകളെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ 6000 എന്നുള്ളത് ചെറിയൊരു സംഖ്യയാണ്. മാത്രമല്ല ഇതിൽ തന്നെയും ഇതിൻ്റെ ഒരു 50% താഴെ മാത്രമേ ആത്മാർത്ഥമായിട്ട് പരീക്ഷയ്ക്കായിട്ട് പഠിക്കുന്ന ആളുകൾ ഉണ്ടാവുള്ളൂ. അതിൽ തന്നെ നിങ്ങളെ പോലുള്ള വളരെ കുറച്ച് പേര് മാത്രമേ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ ഏതാണ്ട് ഒരു 70ഓളം ദിവസമുണ്ട്. പക്ഷേ ഒരു 60 ദിവസത്തെ ഇനിയുള്ള ഒരു 60 ദിവസം അല്ലെങ്കിൽ 60 ദിവസം ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കുക. എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. നിങ്ങൾ ആ ഒരു സ്ട്രീം അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. I+ന്റെ കോഴ്സ് ഇതിനു വേണ്ടിയിട്ട് ഏറ്റവും ഇൻറ്റൻസീവ് ആയിട്ടുള്ള ക്രാഷ് ബാച്ചുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ ചെറിയ ഫീസിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകളും അതുപോലെ തന്നെ ഫോൺ നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട്. ലൈവ് MCQ ഡിസ്കഷൻസ് ഉൾപ്പെടെ ലൈവ് ടെസ്റ്റുകൾ ഉൾപ്പെടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ പഠിക്കണം എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ സിലബസ് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് വെച്ചാൽ സേഫ്റ്റിയാണ്. എല്ലാ മൊഡ്യൂളുകളും 10 മാർക്കിന്റെ വീതമാണ്. പക്ഷേ സേഫ്റ്റിയുടെ മൊഡ്യൂൾ മാത്രം 5 മാർക്കാണ്. അതുകൂടാതെ അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ മേസൺട്രിയുടെ ആ ഒരു മൊഡ്യൂൾ 15 മാർക്കായിട്ടും ഇട്ടിട്ടുണ്ട്. അപ്പോൾ സേഫ്റ്റിയുടെ മൊഡ്യൂൾ 5 മാർക്ക്. നമുക്കറിയാം ഇനി നമ്മുടെ മുന്നിൽ ഒരു 60 ദിവസമാണ് ഉള്ളതെങ്കിൽ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവർ കണ്ടിന്യൂ ചെയ്യുക. പുതുതായിട്ട് ഇനി പഠിക്കണം അല്ലെങ്കിൽ കുറച്ചും കൂടി ഇന്റൻസീവായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനി സേഫ്റ്റിയുടെ മൊഡ്യൂൾ 5 മാർക്ക്. നമുക്കതിനൊരു 2 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 3 ഡേയ്സ് നമുക്ക് ഈ സേഫ്റ്റിയുടെ മൊഡ്യൂളിന് വേണ്ടിയിട്ട് കൊടുക്കണം. അതിൽ കൂടുതൽ നിങ്ങൾ കൊടുക്കരുത്. മാക്സിമം 3 ദിവസം. അതിനുള്ളിൽ തന്നെ ഒരു തവണ ഇത് പഠിച്ചതെന്ന് റിവൈസ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ മൊഡ്യൂളിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാനുള്ളത്? പ്രധാനമായിട്ട് ഗ്യാസ് വെൽഡിങ് പഠിക്കണം. കൂടാതെ സോൾഡറിങ് പഠിക്കണം. അതുപോലെ ബ്രേസിങ് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ പൈപ്പ് ജോയിനിങ്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട്. ഗ്യാസ് വെൽഡിങ്, സോൾഡറിങ്ങും ബ്രേസിങ്ങും ആണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. 10 ചോദ്യങ്ങൾ വരും. ഇതിനൊരു 5 ദിവസം നിങ്ങൾ ഇതിനു വേണ്ടി കൊടുക്കുക. 5 ദിവസം ഈ ഒരു മൊഡ്യൂളിന് വേണ്ടിയിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ദിവസം ഈ ആദ്യത്തെ മൊഡ്യൂൾ രണ്ടാമത്തെ മൊഡ്യൂൾ പഠിച്ചു കഴിഞ്ഞ ശേഷം അടുത്ത ദിവസം എന്താ ചെയ്യേണ്ടത്? അടുത്തൊരു മൊഡ്യൂളിലേക്ക് കടക്കുക അല്ല ചെയ്യേണ്ടത്. ആദ്യത്തെ 2 മൊഡ്യൂളുകൾ റിവൈസ് ചെയ്യുകയാണ് വേണ്ടത്. ഒരിക്കലും പഠിച്ച് അങ്ങനെ പോകരുത്. പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കണം. അതുകൂടാതെ അത് റിവിഷൻ നടത്തണം. എങ്കിൽ മാത്രമേ മനസ്സിലത് നിൽക്കുകയുള്ളൂ, പ്രയോജനമുള്ളൂ നമ്മൾ പഠിക്കുന്നത് കൊണ്ട്. ഇനി മൂന്നാമത്തെ മൊഡ്യൂളിലാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. 15 മാർക്കിന്റെ മൊഡ്യൂളാണ്. ഇത് പറഞ്ഞതുപോലെ ബിൽഡിംഗ് മെറ്റീരിയൽസ് നമുക്ക് പഠിക്കാനുണ്ട്. ബ്രിക്ക്, ലൈം, സിമെന്റ്, അതുപോലെ തന്നെ മോർട്ടാർ, ബ്രിക്ക് ജോയിന്റ്, പിന്നീട് RCC അതിനെപ്പറ്റി പഠിക്കാനുണ്ട്. അഗ്രിഗേറ്റ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നീട് പ്ലംബിംഗ് സർവീസസ് എന്ന് പറഞ്ഞ് നിമിയിൽ നമ്മൾ കാണുന്ന കുറച്ച് കാര്യങ്ങളൂടെ പഠിക്കാനുണ്ട്. അപ്പൊ ഇതിനും നിങ്ങളൊരു 8 ദിവസം നിങ്ങൾക്ക് 8 അല്ലെങ്കിൽ 7 ദിവസം ഇതിന് ഈ ഒരു മൊഡ്യൂളിന് വേണ്ടിയിട്ട് ഒരു 7 ദിവസം നിങ്ങൾ മാറ്റി വെച്ചാൽ മതിയാകും. അതിനുശേഷമുള്ള ഈ 7 ദിവസം നിങ്ങൾ ഇത് പഠിച്ച ശേഷമുള്ള 2 ദിവസങ്ങൾ, ഈ 7 ദിവസം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ കണ്ടന്റ് വായിച്ച് നോക്കണം, കണ്ടന്റ് പഠിക്കണം. നമ്മുടെ ആപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാം, കൂടാതെ നോട്ട്സ് വായിക്കാം. നിമി ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അതിനുശേഷം ടെസ്റ്റുകൾ അതിന്റെ ചെയ്ത് നോക്കണം. അതിനുശേഷമുള്ള ഒരു 2 ദിവസം എന്ത് ചെയ്യണം? റിവിഷൻ നടത്തണം. ഏതാണ് റിവിഷൻ നടത്തേണ്ടത്? ഈ ഒരു മൊഡ്യൂൾ മാത്രമാണോ? അല്ല, ആദ്യത്തെ 3 മൊഡ്യൂളുകളും റിവിഷൻ നടത്തണം ഈ മൊഡ്യൂൾ പഠിച്ചു കഴിഞ്ഞ ശേഷം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ 4ാമത്തെ മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ പ്രധാനമായിട്ടും എന്തൊക്കെയാണ്? പൈപ്പ് ലൈൻസ്, പൈപ്പ് ഫിറ്റിംഗ്സ്, അതുപോലെ തന്നെ ജോയിൻസ് ആണ് മെയിനായിട്ട്. ടൈപ്പ് ഓഫ് പൈപ്സ്, പല വിധത്തിലുള്ള പൈപ്പുകളെ കുറിച്ച് പഠിക്കണം. പൈപ്പ് ജോയിന്റിനെ കുറിച്ച് പഠിക്കണം. പൈപ്പ് ഫിറ്റിങ്ങിനെ കുറിച്ച് പഠിക്കണം. മെത്തേഡ്സ് ഓഫ് ജോയിനിങ് പഠിക്കണം. അപ്പോൾ ഇതാ ഒരു 10 മാർക്കിന്റെ മൊഡ്യൂളാണ്. ഇത് നമുക്കൊരു 5 ദിവസം കൊണ്ട് ഈ ഒരു മൊഡ്യൂളും നമുക്ക് കവർ ചെയ്തെടുക്കാം. 5 ദിവസം വേണ്ട, 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം കൊണ്ട്, മാക്സിമം 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂളും കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിന് ശേഷം 1-2 ദിവസം നമ്മൾ എന്തിനു വേണ്ടി കൊടുക്കണം? റിവിഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. 5ാമത്തെ മൊഡ്യൂളാണ് വാട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത് കുറേ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നിമി ബേസ് ചെയ്തിട്ട് തന്നെ നിങ്ങളിത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഹാർഡ് ആൻഡ് സോഫ്റ്റ് വാട്ടർ, ടെമ്പററി ഹാർഡ്നെസ്, പെർമനന്റ് ഹാർഡ്നെസ്, ഇത് നമ്മൾ ഹയർ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത്രയും ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. നിമി ലെവലിൽ തന്നെ നിന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സമയമുണ്ടെങ്കിൽ മാത്രം അഡീഷണൽ റീഡിംഗ് നടത്തിയാൽ
നടത്തിയാൽ മതിയാകും. വാട്ടർ പ്യൂരിഫിക്കേഷൻ സ്റ്റേജസ്, അതിന്റെ മെത്തേഡ്സ്, ദെൻ എക്സ്പാൻഷൻ ഓഫ് വാട്ടർ ഓൺ ഫ്രീസിംഗ് ആൻഡ് ഹീറ്റിംഗ്, പ്രഷർ ഓഫ് വാട്ടർ, ദെൻ വാട്ടർ ഹാമർ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ മൊഡ്യൂളിനും ഒരു 5 ദിവസം കൊടുത്താൽ മതിയാകും. 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത് കവർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷവും 1-2 ദിവസം റിവിഷന് വേണ്ടിയിട്ട് എടുക്കണം. ആ റിവിഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ ഉള്ള എല്ലാ മൊഡ്യൂളും, ഇപ്പം 5ാമത്തെ മൊഡ്യൂളിന് ശേഷമുള്ള റിവിഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 മൊഡ്യൂളുകളിലെ റിവിഷൻ ആയിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ പഠിക്കുക. ദെൻ 6ാമത്തെ മൊഡ്യൂൾ പ്രധാനമായിട്ട് പ്ലംബേഴ്സ് മെറ്റീരിയൽ പഠിക്കാനുണ്ട്, വാട്ടർ സപ്ലൈ സിസ്റ്റം, വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പഠിക്കാനുണ്ട്, പമ്പുകളെ കുറിച്ച് പഠിക്കാനുണ്ട്, കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ ഇൻ എ വെൽ, ഇതും പഠിക്കാനുണ്ട്. അപ്പോൾ ഇതും നമുക്കൊരു 5 ദിവസം കൊണ്ട് കവർ ചെയ്തെടുക്കാവുന്ന മൊഡ്യൂൾ തന്നെയാണ്. കവർ ചെയ്ത ശേഷം ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയ ശേഷം റിവിഷന് വേണ്ടി മാത്രം മാറ്റി വെക്കുക ബാക്കിയുള്ള ദിവസങ്ങൾ. 7ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 7ാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ഷൻ ചേംബർ, സെപ്റ്റിക് ടാങ്ക്, ഡ്രെയിൻസ്, സെസ്പൂൾ, സോക്ക് പിറ്റ്, ലേഔട്ട് ഓഫ് ഡ്രെയിനേജ് സിസ്റ്റം. ഇത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ടോപ്പിക്കാണ്. കുറേ ഫാക്ട്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാക്സിമം ചെയ്ത് നോക്കുക. ഒരു 4 ദിവസം ഈ ഒരു മൊഡ്യൂളിന് വേണ്ടിയിട്ട് കൊടുത്താൽ മതിയാകും. ബാക്കിയുള്ള 2 ദിവസം ഇതുവരെയുള്ള മൊഡ്യൂളുകൾ റിവൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ 3 ദിവസം ഈ ഒരു മൊഡ്യൂൾ പഠിച്ച ശേഷം ഒരു 3 ദിവസം പഴയ ബാക്കിയുള്ള മൊഡ്യൂൾ റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ 8ാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പൈപ്സിൽ നിന്നുള്ള മെത്തേഡ് ഓഫ് ഡിസ്മാൻഡ്ലിംഗ് ആൻഡ് റിന്യൂവൽ ഓഫ് ദ വാൽവ്സ് ആൻഡ് പൈപ്സ്, അതുപോലെ തന്നെ ലീക്സ് ഇൻ പൈപ്സ് ആൻഡ് നോയ്സസ് ഇൻ പ്ലംബിംഗ്, ഇൻസ്റ്റലേഷൻ ഓഫ് വാട്ടർ മീറ്റർ, എയർ ലോക്ക് ഇൻ പൈപ്സ് ആൻഡ് ഇറ്റ്സ് റിമൂവൽ. ഇതിനും നമ്മളൊരു 4 ദിവസം ഈ ഒരു മൊഡ്യൂൾ പഠിക്കാനും ഒരു 4 ദിവസം മതിയാകും. 9ാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 1 പൈപ്പ് സിസ്റ്റം, 2 പൈപ്പ് സിസ്റ്റം, അതിൻ്റെ ലേഔട്ട്, ലീക്കേജിൻ്റെ ടെസ്റ്റിങ്, ട്രാപ്പുകൾ, വെന്റിലേഷൻ, ആൻറ്റി സൈഫണേജ്, സിങ്കുകൾ, ഫയർ ഹൈഡ്രന്റ് ആൻഡ് ദെയർ ഫിറ്റിംഗ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിലുള്ളത്. 9ാമത്തെ മൊഡ്യൂളിൽ ഇത് പഠിക്കാനായിട്ട് ഒരു 5 ദിവസം നമ്മൾ മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു മൊഡ്യൂൾ പഠിക്കാനായിട്ട്. അതിനുശേഷം റിവിഷൻ മറക്കരുത്. റിവിഷൻ വളരെ ഓരോ മൊഡ്യൂളിന് ശേഷവും റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് മൊഡ്യൂൾ എന്താണ്? നമ്മുടെ ഹീറ്റിംഗ് സിസ്റ്റമാണ് മെയിനായിട്ട് വരുന്നത്. ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ്, ഇതൊക്കെ ബേസിക്സ് പഠിച്ചാൽ മതി. ഒരുപാട് അങ്ങ് ഡീപ്പായിട്ട് ഡെപ്തായിട്ട് അതിൻ്റെ ഇക്വേഷൻസ് പഠിച്ച് വെക്കുക, അത്രയൊന്നും വേണ്ട. ഹീറ്റിംഗ് സിസ്റ്റം ബൈ ഡിഫറെന്റ് തെർമൽ യൂണിറ്റ്സ്, ഡൊമസ്റ്റിക് ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ, റിപ്പയർസ് ടു സർവീസ് മെയിൻ, ഡൊമസ്റ്റിക് ബോയിലേഴ്സ് ആൻഡ് ഗീസേഴ്സ്, മെത്തേഡ് ഓഫ് വെന്റിലേറ്റിംഗ് പൈപ്പ്, പ്രിക്കോഷൻ അഗൈൻസ്റ്റ് എയർ പോയിസണിംഗ്, ഫിക്സിംഗ് ഓഫ് സോളാർ വാട്ടർ ഹീറ്റർ സിസ്റ്റം. ഇതും 5 ദിവസം ഇതിനും എടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത് നല്ല വൃത്തിയായിട്ട് പഠിക്കാനായിട്ട് പറ്റും. പക്ഷേ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഒരു ദിവസം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറെങ്കിലും ഏറ്റവും മിനിമം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇരിക്കുക. കാരണം ഇനി അധിക ദിവസങ്ങൾ നമ്മുടെ മുന്നിലില്ല. നമ്മൾ ഈ ദിവസങ്ങൾ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ജോലിയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നുകിൽ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് ഒരു പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുക. ഇനിയുള്ള ദിവസങ്ങൾ പ്ലാൻ ഇല്ലാതെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് കാര്യമില്ല. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. വിജയം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.